ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ UP ടീച്ചറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ്, അതായത് സിലബസ്, എക്സാം പാറ്റേൺസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന മുറയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്നാലും ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, കഴിഞ്ഞ പഴയ ഒരു ഇൻഫർമേഷൻസ് ആണ്. പഴയ മീൻസ് മുമ്പ് കഴിഞ്ഞിട്ടുള്ള എക്സാം വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഒരു കാര്യവും എന്ത് ചെയ്തിട്ടില്ല, UP PSC നോട്ടിഫൈ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 14-ാം തീയതി നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. 14-ാം തീയതി ആണ് തോന്നുന്നു, 14 ജൂലൈ അല്ലെ, 14-ാം തീയതിയാണ് വന്നത്. ഓക്കെ, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ 28-ാം തീയതി. ഓക്കെ, ജൂലൈ 28-ാം തീയതി മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോഴേ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, കൂട്ടിച്ചേർത്തോ, എടുത്ത് കളഞ്ഞു എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റിയ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, CTET-ഓ ടെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന കാര്യമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്തൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ 2018-ലാണ് ഇതിന്റെ എക്സാംസ് നടക്കുന്നത്, തൊട്ട് മുമ്പേ നടക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 2018-ൽ ഇത് വിളിച്ച സമയത്ത് ഈ LT ഗ്രേഡ് ടീച്ചർ, ഉത്തർപ്രദേശ് ലൈസൻസി ടീച്ചർ ഗ്രേഡ് ടീച്ചർ, ലൈസൻസി ടീച്ചർ ഗ്രേഡ് ടീച്ചർ എന്ന് പറയുന്ന ഈ പോസ്റ്റ് വിളിക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ മാനദണ്ഡങ്ങൾ, എങ്ങനെയായിരുന്നു എക്സാംസ് നടന്നത്, അതിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ 28-ാം തീയതി ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു UP PSC ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്ക് രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് വിളിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത് അല്ലെ. അതായത് രണ്ട് തരത്തിലുള്ള സ്കൂളുകളുണ്ട്, ആ രണ്ട് തരത്തിലുള്ള സ്കൂളുകളിലേക്കാണ് വിളിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന്റെ പോസ്റ്റ് പൊതുവെ അറിയപ്പെടുന്നത് GIC എന്നാണ്. GIC ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് TGT പോസ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു TGT പോസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. TGT എന്ന് നമുക്ക് ഈ പോസ്റ്റിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു GIC പോസ്റ്റ് ആണ്, ഗവൺമെന്റ് ഇന്റർ കോളേജ്. അതായത് പ്യൂർലി 100% ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ടീച്ചർ വേക്കൻസി ആണ്. അത് മീൻസ് മെയിലും ഫീമെയിലും തിരിച്ചുള്ള വേക്കൻസിയാണ്. അപ്പൊ ഈ GIC എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പറയും രാജകീയ ഇന്റർ കോളേജ് അധ്യാപകർ, അങ്ങനെയുള്ള. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സുമാണ് കേട്ടോ. 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സുമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് 9ഉം 10ഉമാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ 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 അപ്പം GIC എന്ന് പറയുമ്പോൾ ജസ്റ്റ് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സുമാണ്. ഓക്കെ, രാജകീയ ഇന്റർ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് GIC എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കേണ്ട ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ടീച്ചറായിട്ട് പോകേണ്ടതെന്ന് പറയുന്നത് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് വന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തത് 14 ജൂലൈയാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ 28 ജൂലൈയിലാണ് വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി നമുക്കറിയാം, 7566 വേക്കൻസി. അതിൽ 4860 വേക്കൻസി മെയിലിനും 2525 വേക്കൻസികൾ ഫീമെയിലിനുമാണ് വന്നിട്ടുള്ളത്. ദിവ്യാംഗജൻ, അതായത് നമ്മൾ PWD കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് വികലാംഗർ, ഇപ്പൊ അങ്ങനെ പറയാറില്ല, അത് 81 വേക്കൻസിയുമാണ്. ഏജ് 21 to 40 വയസ്സ് വരെയാണ് മാക്സിമം ഏജ്. നമ്മൾ അതർ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് റിസർവേഷൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 28 ജൂലൈ മുതലാണ്. ജൂലൈ 28 മുതൽ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 28 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു മാസം നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മാസം കാലയളവുണ്ട്. അതിന്റെ കറക്ഷൻ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കറക്ഷൻ തിരുത്തുന്നത് സെപ്റ്റംബർ 4-നാണ് ലാസ്റ്റ് ഡേറ്റ്. സെപ്റ്റംബർ 4-നാണ്
കറക്ഷൻ ഡേറ്റ 4 വരെ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, OTR എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കാർഡായിട്ട് വെക്കാം. എന്നാലും അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, ആ താല്പര്യമുള്ളവര് സുഹൃത്തുക്കള് ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, ഈ OTR ഓൺലൈൻ രജിസ്ട്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ 7466 വേക്കൻസി വിളിച്ചതിൽ എന്തൊക്കെ പോസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ, ഇപ്പം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, കഴിഞ്ഞ വർഷം എന്തൊക്കെ വിളിച്ചു എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ടേണില് 2018 ഹിന്ദി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ്, അംഗ്രേസി, ഗണിത, കണക്ക് ഉണ്ടായിരുന്നു, പിന്നെ വിജ്ഞാൻ സയൻസ്, സാമാജിക വിജ്ഞാനം എന്ന് പറയുന്ന സോഷ്യൽ സയൻസ്, കമ്പ്യൂട്ടർ ടീച്ചർ, അതുപോലെ തന്നെ ഉറുദു, ജീവവിജ്ഞാൻ അതായത് ബയോളജി ടീച്ചർ, സംസ്കൃതം, അതുപോലെ തന്നെ കല, സംഗീത്, വാണിജ്യ അതായത് കൊമേഴ്സ് ടീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടംപോലെ വേക്കൻസീസ് വരെ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ ശാരീരിക ശിക്ഷ, ഗുരുവിജ്ഞാൻ, ഇങ്ങനെ പോകുന്ന പോസ്റ്റുകൾ, അല്ല എല്ലാത്തരം വേക്കൻസികളും വിളിക്കുന്നുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ GIC പോസ്റ്റിന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 2018 ഈ എക്സാം നടക്കുമ്പോഴത്തേക്ക് അതിന്റെ സിലബസ് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം പാറ്റേൺ 2018 എക്സാം പാറ്റേൺ 180 ചോദ്യമാണ്. ഓക്കെ, അതായത് 150 മാർക്കിന്റെ എക്സാം ആണ് നടക്കുന്നത്. 150 മാർക്കിന്റെ എക്സാം ആണ് നടക്കുന്നത്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറായിരുന്നു. ഓക്കെ, 2 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 2 പാർട്ടായിട്ടാണ് എക്സാം അതായത് 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ GK പോർഷൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, കൂടാതെ ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഉത്തർപ്രദേശിന്റെ GK. ഓക്കെ, ഉത്തർപ്രദേശിന്റെ സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൾച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കേരളത്തെ കുറിച്ച് പഠിക്കത്തില്ലേ, അതേപോലുള്ള ഉത്തർപ്രദേശിന്റെ GK. ഓക്കെ, നമ്മളിപ്പോ കേരള PSC എഴുതുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യൻ ജിയോളജി എല്ലാം പഠിക്കുമെങ്കിൽ കൂടെ നമ്മൾ കേരളം കൂടെ പഠിക്കുമല്ലോ. അതേ സെയിം പാറ്റേൺ 30 മാർക്കിനാണ് അത്രയും ചോദ്യം. അല്ലാതെ ഇത് നിങ്ങൾക്ക് മാത്സോ, മെന്റൽ എബിലിറ്റിയോ, റീസണിങ്ങോ, ഇംഗ്ലീഷോ, ഹിന്ദിയോ, IT ഒന്നും തന്നെ ഇല്ല. ക്വസ്റ്റ്യൻസ് 2 മീഡിയത്തിലുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത്, മുഖ്യ വിഷയം എന്ന് പറയുന്നത്, മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓപ്ഷണൽ സബ്ജക്ട് പാർട്ടാണ്. ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ, ബയോളജി ആണെങ്കിൽ ബയോളജി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, സംസ്കൃതം, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്. അതാണ് 120 മാർക്കിന് ചോദിക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 ആണ്. ഓക്കെ, നമ്മുടെ PSCയുടെ പോലെ തന്നെ 3 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ, 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുമെന്നല്ല പറയാനുള്ളത്. 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ടോട്ടൽ 3+1, അതായത് തെറ്റിയ 3 ചോദ്യത്തിന്റെ മാർക്കും പോവും, പ്ലസ് നെഗറ്റീവ് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ് നമ്മളത് നഷ്ടമാവുന്നത്. ടോട്ടൽ 4 മാർക്ക്. ഓക്കെ, ഇതാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിലൊരു മെയിൻ എക്സാം കൂടെ കാണാം. പക്ഷെ അത് പലരും ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പല കോച്ചിങ് സ്ഥാപനങ്ങളും ടീച്ചേഴ്സും ഒക്കെ പറയുന്ന റൂമേഴ്സുകളാണ്. എന്തെന്ന് പറയുന്നത്, മീൻസ് ഇതിന്റെ കൂടെ തന്നെ ഒരു മെയിൻ എക്സാമും കൂടി വരും എന്നുള്ളത്. 150 മാർക്കിന്റെ തന്നെ മെയിൻ എക്സാം, അതിൽ 120 മാർക്കിന്റെ സബ്ജക്ട് ഡിസ്ക്രിപ്റ്റീവും 30 മാർക്കിന്റെ ഹിന്ദിയും അങ്ങനെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. വെറും റൂമറുകൾ മാത്രമാണ്, സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. നമ്മളവിടെ UP-യിലൊക്കെ ഉള്ള ഇത്തരം പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, അവർക്ക് ഇതുവരെ യാതൊരു വിധമായിട്ടുള്ള ഐഡിയയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇനി ആരാണ് ഈ റൂമറുകൾ ഇറക്കിയെന്നുള്ളതും നമുക്കറിയത്തില്ല. അതുകൊണ്ട് 2025 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജൂലൈ 28 ആകട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മെയിൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഇപ്പൊ തൽക്കാലം ഇത്രയാണ് അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം തൽക്കാലം ഈ എന്താ പറയുക, OTR ഒക്കെ ചെയ്തു വെക്കുക. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്ട് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, പിന്നെ പലരും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്ലാസ് ഉണ്ടോ ഇല്ലെന്ന്. ക്ലാസ് നമുക്ക്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ ബാച്ച് നമ്മൾ എടുക്കുന്ന 30+ സ്റ്റുഡൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് തരും. അതിന്റെ മെറ്റീരിയൽസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം തരും. അഡ്മിഷൻ വരുവാണെങ്കിൽ. ഓക്കെ, കാരണം ഇതില് അഡ്മിഷൻ ഇല്ലാതെ വരുന്നത് കാരണം ഇത് പലർക്കും അറിയത്തില്ല എന്താണ് ഇതിന്റെ പ്രൊവിഷൻസ് എന്നോ ഉപയോഗമെന്നോ
അല്ലെങ്കിൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല. പിന്നെ യു പി ഒ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന യു പി ഒന്നും അല്ല. യു പി എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നില്ല. ജോലി, ടീച്ചിങ് പോസ്റ്റ്, അത് എവിടെ എല്ലായിടും ഒരുപോലെ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവര് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, OTR ഒക്കെ ചെയ്യുക. ഓക്കെ, ഇതിനെ പറ്റിയുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ക്ലാസ് കഴിയുന്നതും ക്ലാസ് നൽകാനും ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കുക ഈ വീഡിയോ ഒക്കെ. ഓക്കെ, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ ഇതൊക്കെ അറിയിക്കുകയും ചെയ്യുക, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. കാരണം അവരൊക്കെ അറിയട്ടെ ഇങ്ങനെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് 2018 കട്ട് ഓഫ് ആയിരുന്നു. നമുക്ക് കട്ട് ഓഫിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് 2018 കട്ട് ഓഫിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. നമുക്ക് ഈ ജനറലിന്റെ കട്ട് ഓഫ് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ബാക്കി കാരണം അതർ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 2018 വഴി വ്യത്യാസമൊന്നുമില്ല, ഒരു മാർക്കിന്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ ജനറലും OBCയുമായിട്ട്. SCക്ക് സാധാരണ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് 80 ആയിരുന്നു കട്ട് ഓഫ്. OBC 87 ആയിരുന്നു. അത് ഉത്തർപ്രദേശിൽ മാത്രമായിരുന്നു. നമ്മുടേത് ജനറൽ ആയിട്ടുള്ളവരുടേത് 88 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. 150 88 മാർക്കായിരുന്നു. പ്രശ്നമില്ലാത്ത നോർമൽ ആയിട്ടുള്ള വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയായിരുന്നു 2018 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിനെപ്പറ്റി ഈ മുൻപ് നടന്ന ഈ LT ഗ്രേഡ് GIC പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പഠിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പഠിക്കാനില്ല. നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ KVSന് പ്രിപ്പയർ ചെയ്യുന്നു, അത് മതി. NVSCന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് മതി. EMRSന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് മതി. നിങ്ങളൊരു HSCക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ അത് മതി. നിങ്ങൾക്ക് HSST പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ആളാണോ, എക്സാം കഴിഞ്ഞ ആളാണോ, ഇത് മതി. ഇതൊന്ന് റിവൈസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് എടുത്താൽ മതി. വേറെ ഇതില് പുതുതായിട്ടൊന്നും ആഡ് ചെയ്ത് ചേർക്കേണ്ടതില്ല. പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർക്കേണ്ടി വരുന്നത് നമ്മൾ ഉത്തർപ്രദേശിനെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. PSCയുമായിട്ട് ബന്ധപ്പെട്ട്, കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കൂടെ കുറച്ച് തനതായ ഉത്തർപ്രദേശിന്റെ GKയും കൂടി അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, അത്രേ വരുന്നുള്ളൂ ഇവിടെ. ഓക്കെ, നമ്മൾ നേരത്തെ രാജസ്ഥാന്റെ കാര്യം പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മുടെ ഇപ്പൊ അഡ്മിഷൻ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ KVSന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ടീച്ചറിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. RRB ടീച്ചറിന്റെ അഡ്മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ KTETന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CTET അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഷറി FA. ഓക്കെ, ഫിഷറീസ്, അതായത് ഫിഷറി FA, ഫിഷറീസ് അസിസ്റ്റന്റ്, കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, കേരള PSC ആണ്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഈസി ആയിട്ട് വിളിക്കാം. എന്തായാലും അന്നേരം വിളിക്കുമ്പോഴത്തെ ആ സമയത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, തിരിച്ച് നിങ്ങളെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തന്നിരിക്കും. ഓക്കെ, എല്ലാ സപ്പോർട്ടും തന്നിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ, വലിച്ചു നീട്ടുന്നില്ല. ഇത്ര കാര്യങ്ങളെ പറയാനുള്ള, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, OTR കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ OTR സൈറ്റ് കയറിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.